നിങ്ങളുടെ പാസ്വേഡ് ഞാൻ പറയണോ? എ.ടി.എമ്മിന്റെ പാസ്വേഡ് പറയണോ? വേണ്ട വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. കാര്യം ഇത്ര ഒരു ചാനലിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമാവുമല്ലോ. നമുക്ക് എന്തായാലും അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ അക്കൗണ്ട് ബാലൻസ് എത്രയെന്ന് അറിയാൻ പറ്റുമോ? ബാലൻസ് അറിയാൻ പറ്റും, പക്ഷെ ബാലൻസ് കൂട്ടാനുള്ള വഴി എന്റെ കയ്യിലില്ല കേട്ടോ. അത് സ്വന്തമായിട്ട് പണിയെടുത്താലും ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. ഇല്ല, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ലെന്നോ? അത് ശരി. അപ്പൊ എന്തൊക്കെയാ ഇനി ഇവിടെ കുറച്ചൊന്ന് പരീക്ഷണം നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് എന്റെ സംശയം. ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ. അപ്പൊ ഞാൻ ഒരാളെ കണ്ടു, രണ്ടുപേര് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിൽ ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. പ്രാക്ടീസുകൾ നടക്കാറുണ്ട്. ശ്രീരാജ്, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാന് ഇവിടെ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നു. വിളക്കുടി എന്റെ സ്വന്തം സ്ഥലമാണ്. പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ അത് ശരി. അപ്പൊ ചാനലാ? അതെ, ആയിക്കോട്ടെ. ഓ ശരി. എന്താണ് വലിയ പിന്നെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ വല്ലതും ആണോ? ഒന്നുമില്ല. അതൊന്ന് കണക്ട് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും. വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാണ്, വിളക്കുടി അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഓ ശരി. അതെ, ഇവിടെ ഏതാ സ്ഥാപനം ഏതാ? നാട്യധ്വനി ആർട്സ് ഫൗണ്ടേഷൻ എന്നാണ്. 4 കലകള് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കൂടെ കാണാം. ഇന്നിപ്പോ ഇവിടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു റിഹേഴ്സൽ നടക്കുക. കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. വൈഫ് ഗോപികയാണ് ഇതിന്റെ പിന്നെ ഡാൻസ് ടീച്ചർ. പിന്നെ ഇത് കൂടാതെ 3 കലകളും കൂടെ ഉണ്ട്. സമയം കിട്ടുവാണെങ്കിൽ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് പോവാം. ഞങ്ങൾക്കറിയാവുന്ന ശ്രീരാജ് മെന്റലിസ്റ്റ് ആണെന്നുള്ളതാണ്. മെന്റലിസം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗം മാത്രമാണ്. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ റേഡിയോ അവതാരകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാമിൽ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ മെന്റലിസം. നിങ്ങളുടെ പാസ്വേഡ് ഞാൻ പറയണോ? എ.ടി.എമ്മിന്റെ പാസ്വേഡ് പറയണോ? വേണ്ട വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. കാര്യം ഇത്ര ഒരു ചാനലിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമാവുമല്ലോ. നമുക്ക് എന്തായാലും അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ അക്കൗണ്ട് ബാലൻസ് എത്രയെന്ന് അറിയാൻ പറ്റുമോ? ബാലൻസ് അറിയാൻ പറ്റും, പക്ഷെ ബാലൻസ് കൂട്ടാനുള്ള വഴി എന്റെ കയ്യിലില്ല കേട്ടോ. അത് സ്വന്തമായിട്ട് പണിയെടുത്താലും ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. മൊബൈലിന്റെ പാസ്വേഡ് എന്ന് പറയാം. ഈ മൊബൈലിന്റെ പാസ്വേഡ് ഈ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ആദ്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ എന്താണെന്നൊന്ന് അറിയണം, നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം, എങ്കിലേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഒരു സമയത്ത് ഉറപ്പായിട്ടും മൊബൈലിന്റെ പാസ്വേഡ് എന്താ ഞാൻ പറയാം. ഇന്ന് പറയും, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇന്നിപ്പോ പ്രാക്ടീസ് ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവരെല്ലാം അതെ, ഇവര് പിന്നെ ബ്രേക്ക് ടൈമില് ഐസ്ക്രീം കഴിക്കണം. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ വന്നോളൂ. അതെ, ഇവരൊരു ചാനലിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നൊന്നും നിങ്ങൾ മാറ്റി വെക്കണ്ട, തൽക്കാലം അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. അപ്പോ പെട്ടെന്ന് വന്നപ്പോ ഒന്ന് കയറിയതാ. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്കൂൾ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് കയറിയതാണ്. അപ്പോ ഇവർക്ക് പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം കഴിച്ചു, പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ഒരു ക്യാമറ കണ്ടോട്ട് അരികെ വേണ്ട. പിന്നെന്താ, വരൂ. ഇതാണ് വൈഫ് ഗോപിക എസ് ഗോപൻ. ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഇനം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തൽക്കാലം ഒന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പൊ എപ്പോഴും 24 മണിക്കൂർ കൂടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ചില സ്ഥലത്ത് പാളിപ്പോവാണെങ്കിൽ എന്റെ അടുത്ത് പറയും, ഇതിനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയെടുത്ത ഒരു ക്വസ്റ്റ്യൻ, എ.ടി.എമ്മിന്റെ അല്ല നമ്മുടെ മൊബൈലിന്റെ മൊബൈലിന്റെ പിൻ നമ്പർ ആണോ? എങ്ങനെയായിരിക്കും? എ.ടി.എമ്മിന്റെ ആയാലും മൊബൈലിന്റെ ആയാലും നമുക്കൊരു കാര്യം ചെയ്യാം. മൊബൈലിന്റെ പിൻ നമ്പർ എന്ന് പറയുമ്പോ അതില് 4 ഡിജിറ്റ് ആണ്. അതില് അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5നും 9നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണോ? ആണ്. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, പിടിച്ചോളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തൽക്കാലം മൊബൈലിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കാര്യം ചെയ്യാം. ഇത് പരസ്യപ്പെടുത്തണ്ട, മൊബൈൽ കൊടുക്കാം. അല്ലത് കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം എന്തായാലും ഇത് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് പരസ്യപ്പെടുത്തേണ്ട ഒരു കുഴപ്പമില്ല. കാര്യം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. എന്റെ ഫോണില് ഞാനൊരു പാസ്വേഡ്, ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഒരു 4 അക്കമുള്ള ഒരു നമ്പർ ഫോണിലുണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അതേ സമയം ഞാൻ എന്റെ ഫോണിൽ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഡിജിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ഡിജിറ്റ്, നാലാമത്തെ ഡിജിറ്റ്. ഓക്കെ, ഇപ്പൊ എന്റെ ഫോണിൽ ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ ഫോണിന്റെ പിന്നെ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. 4 ഡിജിറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ചുമ്മാ എന്തായാലും ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. എന്റെ ഫോണിന്റെ ഒരു പിൻ നമ്പർ, ഒരു നമ്പർ പറഞ്ഞ പോലെ 1നും 9നും ഇടയ്ക്കുള്ള 5. ഞാൻ 5 ടൈപ്പ് ചെയ്ത് നോക്കി, മാറുന്നില്ല. ഒരു നമ്പർ പറഞ്ഞേ.
4. ഒരു നമ്പർ പറഞ്ഞേ. 3. വേറെ നമ്പർ പറഞ്ഞേ. 7. മാറുന്നില്ല. ഓക്കെ. വേറൊരു നമ്പർ പറഞ്ഞേ. 8. വേറെ നമ്പർ പറഞ്ഞേ. 9. 10 പറയരുത്. വേറെ 3. 6. മാറുന്നില്ല. ഓക്കെ. ഒരു കാര്യം ചെയ്യാം. ഈ ഫോണ് കയ്യിലോട്ട് വെച്ചിട്ട് ആ പിന്നൊന്ന് ടൈപ്പ് ചെയ്യോ. എന്നെ കാണിക്കണ്ട. ഇപ്പോ ഇപ്പൊ ഒരു ഇതിനകത്ത് ഇപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെയും ഒരു സംശയം വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ എന്റെ ഫോണിൽ ഞാൻ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്താണോ എന്നുള്ളത്. ഇപ്പോ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കിത് അറിയില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒന്നും നമ്മൾ പിൻ നമ്പറായിട്ടോ പാസ്വേഡ് ആയിട്ടോ ഒന്നും കൊടുക്കരുത് എന്നുള്ളത്. ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ പിൻ നമ്പറിനുണ്ടോ? സഹോദരന്റെ ലൈഫുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാം, യാതൊരു കാരണവശാലും ഈ പിൻ നമ്പർ വെച്ചോണ്ടിരിക്കരുത്. കാരണം 1986 ആണ് പിൻ നമ്പർ എന്നുള്ളത് നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് അതങ്ങ് മാറ്റിക്കും. സത്യം അതല്ലേ പിൻ നമ്പർ. താങ്ക് യു. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? അപ്പൊ ഞങ്ങള് ഭയങ്കര സന്തോഷം. അവിചാരിതമായി കണ്ടതാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇറങ്ങാം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആയിക്കോട്ടെ. വഴിയരിവിൽ ഇതുപോലെ വീണ്ടും മെന്റലിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കിട്ടട്ടെ. വലിയ വലിയ പ്രോഗ്രാമുകളിൽ വെച്ച് കാണണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉടനെ വരുന്നുണ്ട്. നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തില് ഒരു പ്രോഗ്രാം നമ്മുടെ പ്ലാനിങ്ങിലാണ്. വിജയദശമിയുടെ അന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും അതിന് വരിക, നമ്മുടെ പ്രോഗ്രാംസ് കാണുക, എങ്ങനെയുള്ള അഭിപ്രായം അറിയിക്കുക. കാര്യം വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു കേട്ടോ. താങ്ക് യു. ശരി.